നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൈക്കൊന്ന് കേടായാൽ പോലും മൈക്ക് ഓപ്പറേറ്ററെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കണം എന്ന് ഉത്തരവിടുന്ന രാജാവിന് ഇത്രയും കൊടിയ അപമാനം. എന്തോ വലിയത് സംഭവിക്കാൻ പോകുന്നു എന്ന് സദസ്സ് പേടിച്ചിരുന്നപ്പോൾ പുതിയ വിജയനായി പോയി. പഴയ വിജയനായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു രാജ്മോഹന്റെ തലയരിഞ്ഞേനെ. ശരിക്കും എന്താണ് സംഭവിച്ചത്? അതായത് മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി വലിയ രീതിയിൽ അപമാനിച്ചു എന്നാണ് ഇപ്പോൾ CPMന്റെ സൈബർ കൂട്ടം ഇളകി ഇറങ്ങിയിരിക്കുന്നതിന് കാരണം. എന്നാലും രവി പിള്ളയെ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിച്ചു വിടരുതായിരുന്നു മുഖ്യമന്ത്രിയെ. അതും കോർപ്പറേറ്റുകളെല്ലാം അണിനിരന്നിരുന്ന വേദിയിൽ അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല എന്നൊരു പ്രഖ്യാപനം കേട്ടാൽ ആരായാലും ഒന്ന് ഞെട്ടിപ്പോകുമല്ലോ. പിണറായി വിജയന്റെ സർവ്വതും കഴിഞ്ഞ് ഭൂമി പിളർന്നങ്ങ് താഴോട്ട് പോയിരുന്നുവെങ്കിലെന്ന് തോന്നിക്കാണും. കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയും വിവാദവും ഒക്കെയായി മാറുന്നത്. അതുപോലെ ഇപ്പോൾ CPMന്റെ സൈബർ ഗുണ്ടകൾ എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. രാജ്മോഹനെ കൊത്തിപ്പറിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രി ആകട്ടെ എന്ന് ആശംസിച്ച സംഭവമാണ് പിണറായിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ കലിപ്പ് ഇതുവരെ പിണറായിക്ക് തീർന്നിട്ടില്ല. അതിന്റെ അതൃപ്തി രവി പിള്ള ഉൾപ്പെടെയുള്ള വ്യവസായികളെ പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു സ്വാഗത പ്രാസംഗികനായ ഡോക്ടർ G. രാജ്മോഹൻ വിവാദ പ്രസ്താവന നടത്തിയത്. ഇത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന നിലപാടിലാണ് പിണറായി. അതായത് കട്ടായം നിൽക്കുകയാണ്. ഒരു തരത്തിലും ഇതിനോട് യോജിക്കാൻ തനിക്ക് കഴിയില്ല എന്ന്. പക്ഷേ വേദിയിൽ വെച്ച് അത്തരത്തിൽ ക്ഷുഭിതനായ ഒരു രീതി പിണറായി വിജയനിൽ നിന്നുണ്ടായില്ല. അതെന്തോ മഹാഭാഗ്യം. സാധാരണ വേദിയിലാണ്, പൊതുമധ്യത്തിലാണ് എന്നൊന്നും കരുതാത്ത ആളാണ് പിണറായി വിജയൻ. തനിക്ക് ദേഷ്യം വന്നാൽ അത് ആ വേദിയിൽ വെച്ച് തന്നെ പ്രകടിപ്പിക്കുന്ന ആളാണ്. പക്ഷെ ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ടും പിണറായി വിജയൻ മൗനം പാലിച്ചു. പിന്നീട് വേദി വിട്ടിറങ്ങിയതിന് ശേഷം രവി പിള്ള ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിളിച്ച് വലിയ രീതിയിൽ തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചു എന്നാണ് വിവരങ്ങൾ. അനൌദ്യോഗികമായി രവി പിള്ള ഉൾപ്പെടെയുള്ളവരെ അമർഷം അറിയിച്ച പിണറായി ഈ പ്രസ്താവന തനിക്ക് നാണക്കേടുണ്ടാക്കുന്ന വിധം സൈബറിടത്തിൽ ട്രോളായി മാറിയതിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തിരിക്കുകയാണ്. വേദിയിൽ വെച്ച് ഈ വിഷയം മിതത്വത്തോടെയാണ് പിണറായി വിജയൻ കൈകാര്യം ചെയ്തത്. അതാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. രാജ്മോഹന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ പിണറായി വിജയൻ അതിനെ സൗമ്യതയോടെ കൈകാര്യം ചെയ്തു. രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രി ആകട്ടെ എന്ന് ആശംസിച്ച സ്വാഗത പ്രാസംഗികന് മറുപടിയുമായി അപ്പോൾ തന്നെ പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. ട്രോൾ കണക്കുള്ള മറുപടിയാണ് നൽകിയതും. ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് പൊട്ടിച്ചത് എന്നായിരുന്നു പിണറായിയുടെ മറുപടി. ചെന്നിത്തലയെ എല്ലാ അർത്ഥത്തിലും പൊക്കുകയായിരുന്നു രാജ്മോഹൻ. ഇങ്ങനെ പറയുന്നത് പിണറായിയെ കേൾപ്പിക്കാൻ വേണ്ടി എന്തിന് അദ്ദേഹത്തെ ചടങ്ങിലേക്ക് വിളിച്ചു എന്ന ചോദ്യവും പ്രസക്തമാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി പറയാൻ പാടില്ലാത്തതായിരുന്നു രാജ്മോഹൻ പറഞ്ഞു വെച്ചത് എന്ന് ഇപ്പോൾ സൈബർ കമ്മികളുടെ രോദനം.